ക്രൈസിസ് ഡിജിറ്റലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്ലാഷ് സെയിലിൽ ഓട്ടോമാറ്റിക്കായി മൊബൈൽ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ട്രിക്കിനായി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യേണ്ട ആ പേജ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പർച്ചേസ്ഡ് ആവുന്നതാണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കൂടി കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഓട്ടോ ബൈ ചെയ്യുന്ന സ്പെഷ്യൽ ട്രിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്താലേ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കിവി ബ്രൗസറിൽ ഫ്ലിപ്കാർട്ട് എന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. നമുക്കവിടെ ലോഗിൻ ചെയ്തതിന് ശേഷം മുകളിൽ ഒരു കാർട്ട് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ആ കാർട്ട് എന്ന ഓപ്ഷനിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പർച്ചേസസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ മുൻകൂട്ടി ഒരു ഡെലിവറി അഡ്രസ്സും കൂടി കൊടുക്കുക. കാർട്ട് എംപ്റ്റി ചെയ്തു മുൻകൂട്ടി ഒരു ഡെലിവറി അഡ്രസ്സ് നൽകിയെന്ന് ഉറപ്പുവരുത്തുക. ഇവ രണ്ടും നൽകിയെങ്കിൽ മാത്രമേ ഈ എക്സ്റ്റൻഷൻ നിങ്ങളുടെ ഫോണിൽ കുറച്ചും കൂടി ഫാസ്റ്റേ വർക്കാവുകയുള്ളൂ. കുറേ ടൈം സേവ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് കിവി ബ്രൗസറിൽ ഓട്ടോ ബൈ എന്നൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിലത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി കിവി ബ്രൗസറിൽ ഓട്ടോ ബൈ എന്ന എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം. അതിനായി ക്രോം വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുക. ഫ്ലാഷ് സെയിൽ പർച്ചേസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ ഫോണിലോട്ട് കോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗെയിംസ് കളിക്കുമ്പോൾ കോൾസ് വരുന്നുണ്ടോ എന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. 4G ഉള്ളി LTE ഡാറ്റ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യാമെന്നത് പറയുന്നുണ്ട്. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ക്രോം വെബ് സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിനകത്തൊരു എക്സ്റ്റൻഷൻ എന്നൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈഡിലൊരു സെർച്ച് ബാർ കാണാം. അതിൽ സെലക്ട് ചെയ്യുക. ശേഷം ഓട്ടോ ബൈ എന്ന് സെർച്ച് ചെയ്യുക. ഓട്ടോ ബൈക്കായി നിങ്ങൾക്ക് കുറേയേറെ എക്സ്റ്റൻഷൻ സൈഡിൽ കാണാവുന്നതാണ്. ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ചൂസ് ചെയ്യുക. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എക്സ്റ്റൻഷൻ കിട്ടാനായി സൈഡിലെ ആ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. ശേഷം പ്രൈസ് ടാക്കർ എന്ന ഈ എക്സ്റ്റൻഷനിലെ ആഡ് ടു ക്രോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറച്ച് നേരം ചെക്കിംഗ് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരൊരു ഓപ്ഷൻ കാണാം. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആഡ് ആകുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ടാബിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. ആ ഒരു ടാബ് ക്ലോസ് ചെയ്യുക. ശേഷം പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൈഡിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ താഴെ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു ടിക്ക് കൊടുക്കുക. അവിടെ കുറേയേറെ ഓപ്ഷൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണോ, നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് പർച്ചേസ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാഷ് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോണുകളും കാണാവുന്നതാണ്. അതിൻ്റെ സൈഡിലൊരു ടിക്ക് മാർക്ക് ഉണ്ട്. അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അത് ലോഡായി ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ എത്തുന്നതാണ്. താഴെ ഒരു ഓറഞ്ച് കളറിലൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഈ ഫ്ലാഷ് സെയിലിൻ്റെ 3 മിനിറ്റ് മുമ്പ് ഗ്രീൻ കളറിലോട്ട് വരും. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയി എന്നാണ് അർത്ഥം. ഫ്ലാഷ് സെയിലിലെ സമയമായിട്ടും താഴത്തെ ഓറഞ്ച് ബോക്സ് ഗ്രീൻ ആയിട്ടില്ലെങ്കിൽ ആ എക്സ്റ്റൻഷനിൽ ഒന്നും കൂടി നമ്മുടെ മൊബൈൽ ടിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ടൈമിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഫോണിൻ്റെ ടൈം ശരിയാക്കിയാലും മതി. ഈ എക്സ്റ്റൻഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് പറയാം. ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ഫ്ലിപ്കാർട്ട് എന്ന വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആവുന്നതാണ്. നോട്ടിഫൈ മീ എന്നത് ബൈനോ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ക്ലിക്ക് പോകുന്നതാണ്. ഓട്ടോമാറ്റിക്കായി കാർട്ടിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് ടാബ് വരെ എത്തിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലിപ്കാർട്ടിൻ്റെ പേജ് ഡെസ്ക്ടോപ്പ് മോഡിലാണ് ഓൺ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.